ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അമ്മേനെ കൊണ്ട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടി വന്നതാണ്. അമ്മ ആദ്യമായിട്ടും ഞാൻ രണ്ടാമതും കാണാൻ പോകുന്നു. വീണ്ടും ഫസ്റ്റ് ഡേ തന്നെ കാണുമല്ലോ. അനുഭവം ഓൾറെഡി 2 തവണ കണ്ട്. അവൾ അച്ഛനും അമ്മയുടെ കൂടെ ഷെണായിസിൽ പോയി കണ്ട്. അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ വന്നങ്ങനെ രണ്ടാമത് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് അനുഭ മോനിനെ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങൾ മോനിനെ കൊണ്ട് ആവേശം കാണാൻ പറ്റുന്നുണ്ട്. അവൻ്റെ ടൈപ്പ് ഓഫ് പടം അതാണ്. മോനിന് ഗോഡ്സിലെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടം ഈ ജീവി പടങ്ങളൊക്കെയാണ്. അതായത് ഒരു ജീവി വന്ന് മറ്റേ ഒരു രാജ്യവും ഒരു ദേശമൊക്കെ തകർക്കുന്ന പടമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്, ആക്ഷൻ പടമൊക്കെ. പക്ഷേ അവൻ വീൽ ചെയറിൽ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവനെ എടുത്തുകൊണ്ടേ കയറ്റാൻ പറ്റുന്ന വേറെ തിയേറ്ററിൽ ഗോഡ്സിൽ ഇല്ല. അതുകൊണ്ട് എനിക്കത് മിസ്സായി. സ്ക്രീൻ 2ലാണ് വർഷങ്ങൾക്ക് ശേഷം. ഇവിടെ തന്നെയാണ് ഞാൻ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടു കേട്ടോ. F14-15. സിനിമ കണ്ടപ്പോൾ വീട്ടിലെത്തി. നമുക്ക് ഇനി അമ്മയുടെ അഭിപ്രായം എന്താണെന്നുള്ള കേൾക്കാം. എന്ത് തോന്നി പടം കണ്ടിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സിനിമ. എങ്കിലും ഈയിടെ വെക്കേഷൻ ഇറങ്ങിയ എല്ലാ സിനിമകളും നല്ലതാണ് കേട്ടോ. 3 നമുക്ക് കണ്ട്. ആ 3 നല്ല സിനിമകളാണ്. ഇനി എന്തായാലും ആവേശം കാണാനുണ്ട്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് അമ്മക്ക് എന്തൊക്കെയാണ് ഇഷ്ടമായത്? എനിക്ക് പ്രണവിനെയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇന്റർവെല്ലിന് ശേഷമാണ് ചിരിക്കാനും കുറേ. നിവിൻ പോളിയും മറ്റേ നിവിൻ പോളിയുടെ നല്ല സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് ഇഷ്ടമായി. എങ്കിലും അതൊരു സീരിയസ് വന്നിട്ട് എന്നാലും ആ ഒരു ഇത് നമുക്ക് പഴയ കാലത്ത് ആ ഇതൊക്കെ ഇല്ലേ കണ്ടപ്പോൾ നല്ല കാണാം. അതൊക്കെ നല്ല ശരി പഴയ ഒരു സിനിമയുടെ ഇത് കൊണ്ടുവന്നു ഇതിനകത്തേക്ക്. ഇപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര സിനിമ എങ്ങനെയാണോ അതും കൊണ്ടുവന്നു. ആ അഭിനയവും നമ്മൾ കണ്ടല്ല കുറെയൊക്കെ. അല്ല അങ്ങനെ രണ്ടും ഇഷ്ടമായി. അതൊരു സീരിയസ്, മറ്റേത് തമാശയും കൂടി കിടന്നപ്പോ നല്ലൊരു സിനിമ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ ആരെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ധ്യാനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ പഴയ സിനിമകളിലില്ലേ അതിന്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് തോന്നി കണ്ടു കഴിഞ്ഞപ്പോ തോന്നിച്ച് എനിക്ക്. മറ്റേ പ്രേമദൂതല്ല ഇതൊക്കെ ദേവദൂതന്റെ ആ വയലിൻ വായിക്കുന്ന അതൊക്കെ എനിക്ക് അപ്പൊ അത് തോന്നിയില്ല. അതിന്റെ പഴയ ഒരു ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് വൈസ്? നിവിൻ പോളി നല്ല. അയ്യോ അത് പിന്നെ ബേസിലിനെ അറിയാലോ സിനിമയിൽ എല്ലാത്തിലും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അജുവറീസും നല്ല തന്നെ എല്ലാ സിനിമയിലും. ഇതിലൊരു വേറൊരു ടൈപ്പ്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. നല്ല എന്റർടൈൻമെന്റ് ആണ്. എന്താണെങ്കിലും സീരിയസും ഉണ്ട്, എന്റർടൈൻമെന്റും ഉണ്ട്. എല്ലാരും പോയി കാണണം. നല്ല സിനിമ. ശരിക്കും തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. എന്തുകൊണ്ടാ പാട്ടുകൾ ഇതില്ല? നല്ല പാട്ടുകൾ എല്ലാം തന്നെ നല്ല പാട്ട്. വിനീത് ശ്രീനിവാസും പാടിയിരിക്കുന്ന പാട്ടുകളൊക്കെ. ഇതൊക്കെ പോട്ടെ, ഈ സിനിമയുടെ സംവിധായകൻ ആരാ? വിനീത് തന്നെയാണല്ലേ? ശ്രീനിവാസന്റെ പഴയ ഒരു ഇത് ഒന്നും എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. മോഹൻലാലും ശ്രീനിവാസന്റെയും ശരി ഓക്കെ. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോ ഒരു സീൻ കാണുമ്പോ ശരിക്കും ലാലേട്ടനും ശ്രീനിവാസനെയും നിങ്ങൾക്ക് ഓർമ്മ വരും. ശരിയാട്ടോ. അത് ഏത് സീനാണ് എന്താണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ അത് ഓർമ്മ വരും. ആ കാലഘട്ടം അവർ രണ്ടുപേരും ഒരുമിച്ച ഒരുപാട് സിനിമകളൊക്കെ ഇല്ലേ? എനിക്ക് തോന്നി എന്താണെന്ന് അറിയാം, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തോന്ന് അറിയില്ല. ഈ സിനിമ മോഹൻലാലും ശ്രീനിവാസനും കൂടി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര രസമായിരിക്കും. ഭയങ്കര ശരിയാണ്. അവരുടെ മക്കള് തിരിച്ചു കൊണ്ടുവന്നു എന്തായാലും അല്ലെ. എനിക്ക് തോന്നിയത് ഇത് ലാലേട്ടനും ശ്രീനിവാസനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ സിനിമ. അതായത് അവരുടെ മക്കള്, അതും ഇതിനകത്ത് ഈ അച്ഛനെയും സ്വയം ഒക്കെ ഇവര് ട്രോൾ ചെയ്യുന്നുണ്ട്, സ്വയം കളിയാക്കുന്നുണ്ട്. പണ്ട് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകത തന്നെ അതായിരുന്നു. സ്വയം കൂട്ടുകാരെയും സ്വയം ഒക്കെ ഭയങ്കരമായിട്ട് ശ്രീനിവാസൻ കളിയാക്കും സിനിമയിലൂടെ. ആ ഒരു രീതി മക്കളിലും ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് ശ്രീനിവാസന്റെ ഒരു ഇത് ഉണ്ടാവട്ടെ, കയ്യൊപ്പം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അല്ലാതെ ആ സ്ക്രിപ്റ്റ് കാണുമ്പോ നമുക്ക് അറിയാം ശരിക്കും അതിന്റെ ഒരു ഇത്. പഴയ സിനിമകൾ കണ്ട ഒരുപാട് സിനിമ കണ്ട നമുക്ക് മനസ്സിലാവുമല്ലോ. അതും ഇപ്പൊ ഈ വീട്ടില് ഞാനായിക്കോട്ടെ എന്റെ വൈഫ് അനുഭവിക്കോട്ടെ അച്ഛനുണ്ടായിരുന്നപ്പോ അച്ഛൻ അമ്മ ഞങ്ങളെല്ലാവരും ശ്രീനിവാസന്റെയും ലാലേട്ടന്റെയും കടുത്ത ആരാധകനാണ്. അപ്പൊ നല്ല കൂട്ടുകെട്ട് എന്നും നല്ല സിനിമ ഉണ്ടാക്കുമെന്ന് മുൻപും ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട്. ഇത് അതേപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും കട്ട ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആസിഫ് അലി മാത്രമാണ് ഇതിനകത്ത് ക്യാമിയോ റോള് ചെയ്ത് വന്നിരിക്കുന്ന പുറത്തുനിന്നുള്ള ഒരാൾ. ബാക്കി എല്ലാവരും ഇവര് കൂട്ടുകാരാണ്. അത് ആ സിനിമയിൽ കാണാനുണ്ടെന്നുള്ളതാണ്. കല്യാണിക്ക് കുറച്ച് ഭാഗമുള്ളെങ്കിലും
എന്തോ കല്യാണെ പറ്റി? നന്നായിട്ട് അഭിനയിക്കുമെന്ന് അറിയാമെങ്കിലും നല്ല ലിസിയുടെ മോള് അല്ലേ. പക്ഷെ എന്താണെന്നറിയില്ല, കല്യാണിക്ക് ഈ ഇന്റർനെറ്റിൽ ഭയങ്കര എന്താണ് കളിയാക്കൽ നേരിടേണ്ടി വരാം. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് പേഴ്സണലി കല്യാണിനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സിനിമകളിലും. എനിക്കും ഇഷ്ടമാണ്. അത് ആൾക്കാർ പറയുന്ന ഭയങ്കര ക്യൂട്ടാണ്, ക്രിഞ്ചാണെന്നൊക്കെയാണ്. അപ്പൊ ക്യൂട്ടായിരിക്കണ കാണാൻ കൊള്ളാവുന്നത് മോശമായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. ഒന്നുമില്ല ഇതില് ശരിക്കും. പിന്നെ പ്രായം നോക്കുമ്പോഴുള്ള മുഖം ശരിക്കും ക്യൂട്ടെന്ന് പറയുന്നത് അതായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് പിടിക്കാത്ത പ്രായം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സിനിമയിലെ മേക്കപ്പ് ഭയങ്കര നന്നായിട്ടാ ഫീൽ ചെയ്തത്. ആ പ്രായമായിട്ടുള്ള ധ്യാനൊക്കെ മേക്കപ്പ് ചെയ്ത നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞ ധ്യാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സിനിമയുടെ അഭിപ്രായം ഒരു കാര്യം പറഞ്ഞിരുന്നു. ധ്യാൻ എന്തിനാണ് ഇങ്ങനെ ചവറ് പോലെ മോശം പടങ്ങൾ അഭിനയിക്കുന്ന? ഇതുപോലെ വളരെ കുറച്ച് നല്ല സിനിമ അഭിനയിച്ചാൽ പോരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് തോന്നി അതിനോടുള്ള? ശരിയാ, തീര കണ്ടിട്ട് തീര ഓർമ്മയുണ്ട് എനിക്ക്. നല്ല അത് ശരിക്കും നല്ല സിനിമയായിരുന്നു. അത് ധ്യാൻ അതിനകത്ത് ധ്യാനും ശോഭനും ആണ് ശരിക്കും. അപ്പൊ ആ ധ്യാൻ അമ്മക്ക് അതിനുശേഷം ഇപ്പൊ ധ്യാൻ ഒരുപാട് സിനിമ അമ്മ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. അതിനുശേഷം എനിക്കിപ്പോ ഇതാണ് ഇഷ്ടമായ സിനിമ. ഇത് നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ശ്രീനിവാസനല്ലേ വിനീത് ചേട്ടൻ അനിയനെ അത്ര സൂപ്പറായിട്ടാണ് പടത്തിൽ അഭിനയിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഡയറക്ട് ചെയ്തോണ്ടാണെന്ന് അറിയില്ല, അനിയും ഭയങ്കര ഹിഡനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ പറയാൻ ചെയ്തിരുന്ന എൻ്റെ അഭിപ്രായത്തിലെ വീഡിയോയില് നിവിൻ പോളിനെയും നമ്മുടെ ധ്യാനിനെയും അഭിനയിപ്പിക്കാൻ ആശാനും, കാരണം നിവിൻ പോളിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആശാനാണ് വിനീത് ശ്രീനിവാസൻ, സ്വന്തം അനിയനാണല്ലോ ധ്യാൻ. അപ്പൊ ആശാൻ വേണ്ടി വന്ന്, ആശാനും ചേട്ടനും ആയിട്ടുള്ള വേണ്ടി വന്ന് ഇവര് രണ്ടുപേരും മെനക്ക് അഭിനയിപ്പിക്കാൻ വീണ്ടും നല്ലൊരു സിനിമ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ തോന്നി നമുക്ക്. നല്ല എങ്കിലും ഞാൻ കുറെ നാളുകൂടിയല്ല നിവിൻ പോളിയുടെ വേറൊരു ചവറ് പറയരുത്. അമ്മ എന്നെ പോലെ ഫിൽറ്റർ ഒന്നും ഉള്ള കാര്യങ്ങൾ പറയും. ഇത് നിവിൻ പോളി ഏതായാലും അഭിനയിച്ച് നന്നായിട്ടുണ്ട് കേട്ടാ. പറഞ്ഞോണ്ട് ഞാൻ അവിടെ വെച്ച് തടയിട്ടതാണ്. അപ്പൊ എന്തായാലും അമ്മ ഈ അടുത്ത് കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ട സിനിമകളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ മറ്റേ ആടുജീവിതം നല്ല സിനിമയായിരുന്നു. അത് പൃഥ്വിരാജ് കലക്കനായിട്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള അഭിപ്രായം അമ്മ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അഭിപ്രായം വേറെ ഇട്ടേക്കാം. അത് ഈ എന്തായാലും ഇടും. അപ്പൊ അത് പറയാം. അല്ലാതെ വേറെ പടം നമുക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എടുത്ത് കണ്ട് പ്രേമലു. അതും നല്ലതായിരുന്നു. അത് തമാശ സിനിമ. ബ്രഹ്മയുഗം സീരിയസ്. അവന്റെ മമ്മൂട്ടിയുടെ കലക്കൻ സിനിമ അത്. ഇത് അമ്മ ഇത് കഴിഞ്ഞിട്ട് സോണി ലിവില് ബ്രഹ്മയുഗം വന്നപ്പോഴും ഇപ്പൊ ഹോട്ട്സ്റ്റാറിൽ പ്രേമലു വന്നപ്പോ വീണ്ടും ഉണ്ടായിരുന്നു. എനിക്ക് ചിരിക്കാൻ അതിൽ ആ പാട്ടൊക്കെ പഴയ പാട്ട് തിരിച്ചു കൊണ്ടുവന്നില്ല. അതിന്റെ നമ്മുടെ അയ്യോ ആ പാട്ട് കിട്ടുള്ളല്ല ആ പാട്ട്. പിന്നെ അതിനകത്തുള്ള അവന്റെ കല്യാണത്തിൽ അഭിനയിക്കും. അവന്റെ പേര് എനിക്ക് എപ്പോഴും മറന്നു. തമാശക്കാരനില്ലേ, നമ്മുടെ ആദ്യമാണ് ഉദ്ദേശം. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവന. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. അനൂപ രണ്ടാമത് കണ്ടിട്ട് അനൂപ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് അടിച്ചു എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം മേ ബി ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടും ഞാൻ ഈ സിനിമയുടെ ആ ഒരു വേൾഡിലേക്കും, കാരണം ഈ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ വരവീണ പാട്ട് വെച്ചാൽ തുടങ്ങാം. എന്ത് ഫീലായിരുന്നു അറിയാം ആ സാധനം തിയേറ്ററിൽ നിന്ന് കേൾക്കാനൊക്കെ ആയിട്ട്. ഞാൻ അവിടെ തൊട്ട് ആ സിനിമയുടെ വേൾഡിനകത്താണ്. എനിക്ക് ഈ സിനിമയുടെ മ്യൂസിക് ഭയങ്കരമായിട്ട് വർക്കായി. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റിപ്പീറ്റഡ്ലി ഈ സിനിമ കണ്ട ദിവസം തൊട്ട് ഇന്ന് വരെ ആടുജീവിതത്തിലെ പെരിയോനെയും ഈ സിനിമയിലെ പാട്ടുകളും ആവേശത്തിലെ 2 പാട്ടുകളും റിപ്പീറ്റഡ്ലി കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത് കണ്ട സിനിമകളിൽ പ്രേമലുവിലെ പാട്ടുകൾ എന്താണെന്നറിയില്ല, എനിക്ക് ഈ പാട്ട് ഇങ്ങനെ ബ്രഹ്മയുഗത്തിലെ OST ഇതൊക്കെ ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുകയാണ്. അത് സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ആ സിനിമകളുടെ ആ ലോകത്തിലേക്ക് ഞാൻ ചെന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പാട്ടുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നമുക്ക് ഇതിലെ പാട്ടുകൾ ആണ് ഇതിലും നല്ല. ഇപ്പൊ ഇനി ആയിക്കോട്ടെ, ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ സിനിമയിലെ ശ്രദ്ധിച്ചിരുന്ന പാട്ടുകൾ കുറച്ചൊക്കെ നമ്മൾ ഇതാണ്. ഇനിയിപ്പോ ഒന്നും കൂടി കേൾക്കാൻ, കാരണം നമ്മൾ സിനിമയുടെ വേൾഡിൽ ഇരിക്കുന്നത്. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടു. എത്ര പേർക്ക് അറിയാമെന്നുള്ള കാര്യം അറിയില്ല. ഈ സിനിമയെ ചെന്നൈ എന്ന് പറഞ്ഞ കോടമ്പാക്കം എന്ന് കാണിക്കണല്ലേ, അത് മൊത്തം നമ്മളുടെ അരൂര് സെറ്റ് ഇട്ടതാണ്. അയ്യോ, ഞാനോർത്ത് അവിടെ തന്നെ പോയി ചെയ്താന്ന് സെറ്റാണെന്ന് പറയത്തില്ല, അത്രയും സൂപ്പറായിട്ട്
കാണിച്ചിട്ടുണ്ട്. ആ ലോഡ്ജ് കാര്യങ്ങൾ മറ്റേ മറിച്ച് ഈവൻ ആ ലോഡ്ജ് കാണിക്കുമ്പോ അതിനകത്ത് സിഗരറ്റ് ഇങ്ങനെ 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 ചെയ്ത് സ്റ്റൈല് കാണിക്കുന്ന ഒരാള് വന്ന് അവിടെ നിൽക്കേണ്ടെന്ന് പറയും. അത് സൂചിപ്പിച്ച ആരാന്ന് നിങ്ങൾക്ക് ഇറങ്ങി മനസ്സിലായ? രജനീകാന്ത്, നമ്മുടെ രജനിയാണ് തന്നെയാണ് ആ സൂചിപ്പിച്ചത്. അങ്ങനെ കുറെ ചെറിയ ചെറിയ മൈന്യൂട്ട് സിനിമ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ശ്രദ്ധിച്ചിരുന്ന കുറെ സാധനങ്ങൾ ഇതിനകത്ത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. പല ആക്ടേഴ്സിനെ കളിയാക്കുന്നുണ്ട്. പല ഒക്കെ പോട്ടെ, നിവിൻ പോളിയുടെ ഡയലോഗ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പ്രേക്ഷകർക്കും കളിയാക്കിയ ആൾക്കാർക്കും ഒക്കെ ചുട്ട മറുപടിയാണ് ഡയലോഗായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് അത്ര സൂക്ഷ്മതയോടെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു. എനിക്ക് രണ്ടാമത് കണ്ടിട്ട് തീരെ ബോറടിച്ചില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ വിഭിന്ന അഭിപ്രായങ്ങളുണ്ട് സിനിമ. അപ്പോഴേക്കും ഫുഡൊക്കെ പോലെ കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഇപ്പോൾ ആദ്യമായിട്ട് കണ്ട ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറായ ഒരു മച്ചാനോട് പറഞ്ഞു ഫസ്റ്റ് ഹാഫ് കുറച്ച് പുള്ളിക്ക് ലാഗ് അടിച്ചു, സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഒരു മച്ചാൻ വന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി എന്തായാലും ഇനി അമ്മനെ മോനുവിനെ കൊണ്ടിട്ട് ആവേശം കാണിക്കുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ട് അമ്മ അഭിപ്രായം പറയും. അപ്പോൾ ആടുജീവിതത്തിന്റെ അഭിപ്രായം വേറെ ആയിട്ട് ഇട്ടേക്കാം. കാരണം അത് ഇറ്റ് ഡിസേർവ്സ് സെപ്പറേറ്റ് വീഡിയോ അല്ലേ. ആടുജീവിതത്തിനെ പറ്റി ഒരു വേറെ അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ നടക്കണം. ബൈ. എല്ലാരും പോയി കാണണോട്ടെ ഈ ഫിലിം.